ദുഃഖങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ. എന്തെങ്കിലും പ്രയാസമുള്ളൊരു കാര്യം വരുമ്പോൾ നമുക്ക് സങ്കടം വരും, ഉറക്കം കുറയും, ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യം കുറയും, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. എന്നാൽ ഇതിന് ചികിത്സ ആവശ്യമുണ്ടോ? അതല്ലെങ്കിൽ എപ്പോഴാണ് ഈ ദുഃഖം അല്ലെങ്കിൽ ഗ്രീഫ്, ഡിപ്രഷൻ എന്ന രോഗാവസ്ഥയിലേക്ക് മാറുന്നത് എന്ന് നോക്കാം. ലോകാരോഗ്യ സംഘടന ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗത്തെ തിരിച്ചറിയാൻ ചില പ്രധാന ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ മിക്ക സമയത്തും സങ്കടമോ അല്ലെങ്കിൽ ശൂന്യതയോ അനുഭവപ്പെടുക, സാധാരണയായി സന്തോഷം തന്നുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ താല്പര്യം നഷ്ടപ്പെടുക, ചെറിയ ജോലികൾ ചെയ്യുമ്പോൾ പോലും പെട്ടെന്ന് തളർച്ച അനുഭവപ്പെടുക. ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ രണ്ടെണ്ണമെങ്കിലും മിക്ക ദിവസങ്ങളിലും 2 ആഴ്ചയോളം നിലനിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഡിപ്രഷൻ ആണോ എന്ന് നമുക്ക് സംശയിക്കാം. എന്തെങ്കിലും പ്രയാസം വരുമ്പോഴുള്ള മനസ്സിൻ്റെ പ്രതികരണമാണ് ദുഃഖം. എന്നാൽ ഡിപ്രഷൻ അങ്ങനെയല്ല. നമ്മുടെ ബ്രെയിനിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സായ സിറോട്ടോണിൻ്റെയും നോറെപ്പിനെഫ്രിൻ്റെയും അളവിലുണ്ടാകുന്ന വ്യത്യാസം മൂലം സംഭവിക്കുന്ന ഒരു ബയോളജിക്കൽ ഇഷ്യൂ ആണ് ഡിപ്രഷൻ. ഇത് വെറും ദുഃഖം അല്ലെങ്കിൽ ഗ്രീഫ് എന്ന് പറയാൻ പറ്റില്ല. ശാരീരികമായ പല മാറ്റങ്ങൾ കൂടി ഇതിൽ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ചികിത്സ ഉറപ്പാക്കണം.